ഇപ്രാവശ്യത്തെ ലോങ്ങസ്റ്റ് വെക്കേഷൻ ട്രിപ്പ് എന്ന് പറയാനായിട്ട് നമ്മൾ ഊട്ടിക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മളൊരു ട്രാവലറിലാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പം ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പൊങ്കലിൻ്റെ ദിവസമാണ് നമ്മൾ ഊട്ടിക്ക് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകളുടെ മുന്നിൽ അവർ കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൊങ്കൽ എന്ന് പറഞ്ഞാൽ തന്നെ അവരൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. അപ്പം ഈ കോലം ശരിക്കും ഉദ്ദേശിക്കുന്നത് അവർക്ക് സമൃദ്ധിയും സന്തോഷം കൊണ്ടുവരുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമുള്ളൊരു இல்ல நீங்க வந்து பழம் தானே வேணும் உங்களுக்கு. பழம் ரொம்ப அதிகமா பழமா இருக்கும். மீடியம் சைஸ் சூப்பரா இருக்கும். இது ரொம்ப ഇപ്പം ഒരു 2:30-3 മണിയായി. ആ സമയം നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ കണ്ടൊരു തലശ്ശേരിക്കാരുടെ ഒരു ഹോട്ടലിൽ കയറി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ റിസോർട്ടിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടാണ് പിന്നെ നമ്മൾ ഈവനിങ് പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയത്. റൂമിൽ കയറിയിട്ട് പിന്നെ അവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണത്. അപ്പോൾ അത് ഒത്തിരി ഇഷ്ടമായിട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാനപ്പോൾ കുറച്ച് ബിറ്റൊന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് യൂട്യൂബിൽ ഇടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഊട്ടിപ്പൂവ് ബൊട്ടാനിക്കൽ ഗാർഡൻ ശരിക്കും എൻ്റെ മനസ്സിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനേ ആയിരുന്നില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയും ഫോട്ടോസിൽ കണ്ട പോലെയുമുള്ള ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആയിരുന്നില്ല. അത് ഭയങ്കര ശോകമായിപ്പോയി. പക്ഷേ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് പോലെ അവർ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് മാത്രമായിരുന്നു ഒരു ആശ്വാസം. രാത്രിയിലുള്ള കോടയാണ് ഇവിടെ. അതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു റിസോർട്ട് എന്ന് പറയാം. ഈ ഒരു പ്ലേ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ജിമ്മ്, പിന്നെ അവിടെ കളിക്കാനായിട്ട് കുറച്ച് ഗെയിം ബോർഡ്സ്, ക്യാരംസ്, അങ്ങനെ കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ ദോഡാബേട്ട പീക്കിലേക്ക് പോയി. ബട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴയും ട്രാഫിക് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഊട്ടിയിലേക്ക് ബോട്ടിങ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പ്ലസൻറ്റ് ആൻഡ് സൂതിങ് ഫീലായിരുന്നു. അങ്ങനെ അതൊരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ലേക്കാണ്. ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജോൺ സുള്ളിവൻ 1824 കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു ലേക്കാണ്. നല്ല ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ബോട്ടിങ്ങും പിന്നെ ഹോഴ്സ് റൈഡുമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഡാഡിയും അമ്മയും ഞാനും കിയാരൊക്കെ കൂടി ഹോഴ്സ് റൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഹോഴ്സ് റൈഡിങ്ങിന് പോവാം. അതും നല്ല അടിപൊളി ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. നമ്മളൊരു 4:30-5 മണിയോടുകൂടി ഊട്ടിയിൽ തിരിച്ചു. ഇപ്പോൾ നമ്മൾ ഗുഡലൂർ വഴി മുതുമലൈ ടൈഗർ റിസർവിലൂടെ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വന്യമൃഗങ്ങളെയൊക്കെ കണ്ടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കാണാൻ പറ്റി. കാട്ടുപോത്ത്, കാട്ടുപന്നി, കൊമ്പനാന, മയിൽ, മാൻ, അങ്ങനെ പിന്നെ നമ്മുടെ ഒരു മറ്റേ കുരങ്ങുകൾ, അങ്ങനെ ഒരു പല ടൈപ്പ് ഓഫ് കുരങ്ങുകൾ, അങ്ങനെ അതിനൊക്കെ കണ്ടു. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ വീഡിയോസ്. കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഉള്ളുവെങ്കിലും കുറേ മെമ്മറീസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ മലപ്പുറം എത്തിയപ്പോഴേക്കും നമ്മൾ രാത്രിയിൽ അവിടെ നിന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഊട്ടി ഒരു ട്രിപ്പിൻ്റെ ഒരു സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.